നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട് കടം കാശ് ചോദിക്കുന്ന ഒരു ഉളുപ്പുമില്ല. കടം കൊടുക്കാനായിട്ട് മൾട്ടിനാഷണൽ ബാങ്കുകൾ ഇവിടെ തുറന്നു വെച്ചേക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊക്കെ നല്ല വേലയുണ്ടല്ലോ, തടിയെടുത്ത് തിന്നാൻ അല്ല നല്ല തടിയുണ്ടല്ലോ, വേലയെടുത്ത് തിന്നാൻ പാടില്ലേ? സമരം 150 രൂപ. 150 രൂപ ഓട്ടം വന്ന ഇങ്ങോട്ട് ഓട്ടം വന്ന് നിന്നോട് 150 രൂപ മേടിക്കാൻ. എന്നോട് 150 രൂപ മേടിക്കാം. നിനക്ക് എന്തിനാ 150 രൂപ? എടീ ഓട്ടോസ് കാശ് കൊടുക്കാനാണ്. ഓട്ടോസ് കാശ് കൊടുക്കാനാ? നിനക്ക് എന്താ പരിപാടി? ഞാൻ ഇന്ന് കാലത്ത് തുടങ്ങി. ഞാൻ രാജുവിനോടും വിജയനോടും സുരേഷിനോടും ഒക്കെ കാശ് അന്വേഷിച്ചിരുന്നു 150 രൂപ വേണ്ടി. എല്ലാവരും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ അവരോട് ഇവരോടൊക്കെ പോയി ചോദിക്കുന്നത്? നിനക്ക് എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ പറയത്തില്ലായിരുന്നു ഇല്ലെന്ന്. അതെ ശരി, അത് 150 രൂപ. എന്തിനാണ് നിനക്ക് 150 രൂപ? 150 നീ അത്യാവശ്യം 150. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വെള്ളം അടിക്കാനുള്ള കാശ്. അല്ല നിനക്ക് വെള്ളം അടിക്കാനുള്ള അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ വെള്ളം അടിച്ചിറക്കരുത്. നീ എന്തിനാ വെള്ളം അടിക്കുന്നത്? എന്റെ ദുഃഖം മറക്കാനടാ. ദുഃഖം മറക്കാം. എന്ത് ദുഃഖം? വെള്ളം അടിക്കാൻ കാശില്ല എന്നുള്ള ദുഃഖം. നീ 150 രൂപ എനിക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ എന്തുമാത്രം തൊഴിലാളാണ്, എന്തുമാത്രം തൊഴിലാളാണ്. നിനക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ചോദിച്ചോ, ഒരു ബിസിനസ് ചെയ്ത് ചോദിച്ചോ. ബിസിനസ് തുടങ്ങിയല്ലേ? ബിസിനസ് തുടങ്ങിയ അറിഞ്ഞില്ലേപ്പാ? ഞാൻ ജ്വല്ലറി തുടങ്ങി. ജ്വല്ലറിയാ? 150 രൂപ. എവിടെ ജ്വല്ലറി? എവിടെ തുടങ്ങി? ജ്വല്ലറി ആലുവല്. ആലുവ? ആലുവ അറിയോ നീ? അയ്യോ ഒരു 150 രൂപ. നീ ആലുവൽ എവിടെ പറഞ്ഞു? ആലുവല് ആ CSI ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. ഗ്രൗണ്ട് ഫ്ലോർ അവിടെ 150 രൂപ. അവിടെ എവിടെന്ന് പറഞ്ഞു? അവിടെ ആ മൂന്നാമത്തെ കട താഴെ. മൂന്നാമത്തെ കട എന്ന് പറയുന്നത് ഒരു തുണിക്കടയല്ല? അതെ അതിന്റെ അടുത്ത് തന്നെയാണ്. മറ്റേ റിലയൻസിന്റെ ഓഫീസല്ലേ? റിലയൻസിന്റെ ഓഫീസിന്റെ ലെഫ്റ്റിലെ കട. ലെഫ്റ്റിലെ കട എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലേ? ആ മെഡിക്കൽ ഷോപ്പിൽ 150 രൂപ. എടാ നീ അവിടെ എവിടെന്ന് പറ, സത്യം പറ. ആ മെഡിക്കൽ ഷോപ്പില്ലേ അതിന്റെ റൈറ്റിലെ കട. റൈറ്റിലെ കട എന്ന് പറഞ്ഞ ചെരുപ്പ് കടയല്ലടാ? 150 രൂപ. നിനക്ക് എവിടെ കട എന്ന് പറഞ്ഞ? ആ ചെരുപ്പ് കട ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു ആക്രിക്കടയല്ലേ? അതില്ലേ ഇരുമ്പാട്, അതിന് നേരെ ഓപ്പോസിറ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ നേരത്തെ പറഞ്ഞ കടയല്ലേ? നീ ഒരു 150 രൂപ കട എന്ന് പറഞ്ഞ സത്യം പറ. നീ ഇവിടെ കട നീ ഒരു 150 രൂപ വരാൻ പറ്റുമോ? എന്റെ കട എവിടെ? കട ചെന്നാൽ ഞാനൊരു സത്യം പറയാം, കട ആലുവലല്ല. അല്ല കട ഇവിടെ പൂക്കാരമുക്കിൽ എറണാകുളത്ത്. പൂക്കാരമുക്കിൽ ഒരു 150 രൂപ. പൂക്കാരമുക്ക് അറിയോ? പിന്നെ പൂക്കാരമുക്കില് 150 രൂപ. നിനക്ക് പൂക്കാരമുക്കിൽ ആ നിരക്കെട്ടില്ലേ, റോഡിന്റെ സൈഡിൽ നിരക്കെട്ടില്ലേ, അതിന് നേരെ ലെഫ്റ്റിലാ. ലെഫ്റ്റിൽ ഇപ്പുറത്തെ കടയുടെ ആ ബിൽഡിംഗ് ഇല്ലേ, അതൊരു ചെറിയ പലചരക്കടയല്ലേ? ആ പലചരക്കടയില്ലേ, ആ പലചരക്കടയില്ലേ, ആ പലചരക്കട നേരെ സൈഡിൽ കാണുന്ന കട. കടയില്ലല്ലോ. അതല്ലേ പറഞ്ഞ കടയില്ല, കട കിട്ടാനില്ല എറണാകുളത്ത്. ഒരു കടയുണ്ടെങ്കിൽ ഞാൻ പണ്ടേ ജ്വല്ലറി തുടങ്ങൂലേ.